ഒമ്പതാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ തേർഡ് യൂണിറ്റിലെ ലാസ്റ്റ് ചാപ്റ്ററാണ് വെയിറ്റിംഗ് ഫോർ റെയിൻ. അനിത നായർ. നമുക്ക് ആദ്യം എബൌട്ട് ദ ഓഥർ നോക്കാം. Anitha Nair is a best-selling and critically acclaimed author of novels such as Better Man, Lady's Coupe, Mistress, Lessons in Forgetting, Itris, Keeper of the Light, and the Alphabet Soup for Lovers. Her works include a collection of poems titled Malabar Mind, a collection of essays titled Good Night and God Bless, and books for children. She has also written plays and the screenplay for the movie adaptation of her novel Lessons in Forgetting, which was screened in the Indian Panorama at IFFI 2012 and won the National Film Award in 2013. Among other awards, she also won the Kendriya Sahitya Akademi and Kerala Sahitya Akademi Awards. She is also the founder of the creative writing and mentorship program Anitha's Attic. അനിത നായർ വളരെയധികം അറിയപ്പെടുന്ന ഒരു റൈറ്ററാണ്, മലയാളിയാണ്. പ്രധാനപ്പെട്ട വർക്ക്സ് ആണ് ബെറ്റർ മാൻ, ലേഡീസ് കുപ്പെ, മിസ്ട്രസ്, ലെസൺസ് ഇൻ ഫോർഗെറ്റിംഗ് ഒക്കെ. അതുപോലെ തന്നെ ഒരു പോയട്രി കളക്ഷൻസ് ഉണ്ട്, മലബാർ മൈൻഡ്. അതുപോലെ എസ്സേ കളക്ഷനാണ് എസ്സേസ് ടൈറ്റിൽ ഗുഡ് നൈറ്റ് ആൻഡ് ഗോഡ് ബ്ലസ്. അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബുക്കും കൂടിയാണ്. അതുപോലെ മൂവി സ്ക്രീൻ പ്ലേ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ അവരുടെ നോവലിനെ അടിസ്ഥാനമാക്കി ചെയ്ത മൂവി ഇന്ത്യൻ പനോരമയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതിന് നാഷണൽ അവാർഡ് 2013 കിട്ടിയിട്ടുണ്ട്. അനിത നായർക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട്. നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. വെയിറ്റിംഗ് ഫോർ റെയിൻ. അനിത നായർ. ഇൻ കേരള, much like the rest of India, the monsoon can reduce a region to penury and its absence can cause the same. കേരളത്തിൽ മച്ച് ലൈക്ക് ദ റെസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളെപ്പോലെ തന്നെ മൺസൂണിന് ഒരു സ്ഥലത്തെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ ദാരിദ്ര്യത്തിലേക്ക് നീക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ അതിൻ്റെ ആബ്സെൻസും ദാരിദ്ര്യത്തിലേക്ക് വരും. അതായത് മഴ കൂടിപ്പോയാലും പ്രശ്നമാണ്, മഴ കുറഞ്ഞാലും പ്രശ്നമാണ്. അത് കടുത്ത ദാരിദ്ര്യത്തിലേക്ക് ഒരു സ്ഥലത്തെ കൊണ്ടെത്തിക്കും. The flight nosed into a cloud and we rocked with the turbulence outside. അപ്പോൾ ഇവരൊരു വിമാനയാത്രയിലാണ്. ദ ഫ്ലൈറ്റ് നോസ്റ്റ് ഇൻ ടു എ ക്ലൗഡ്. നോസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൊജക്റ്റിംഗ് പാർട്ടാണ്. വിമാനത്തിൻ്റെ ആ മുമ്പിലേക്ക് തള്ളി നിൽക്കുന്ന ആ ഒരു ഭാഗം, അത് നോസ്റ്റ് ഇൻ ടു എ ക്ലൗഡ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരു മേഘത്തിലേക്ക് കയറി. ദ ഫ്ലൈറ്റ് നോസ്റ്റ് ഇൻ ടു എ ക്ലൗഡ് ആൻഡ് വി റോക്ക്ഡ് വിത്ത് ദി ടർബുലൻസ് ഔട്ട്സൈഡ്. ടർബുലൻസ് എന്ന് പറഞ്ഞാൽ പ്രക്ഷുബ്ധത, അതായത് കലഹകാരിയായ എന്നൊക്കെ പറയാം. അതായത് ഭയങ്കര ശബ്ദ കോലാഹലങ്ങൾ നിറഞ്ഞ ശാന്തമല്ലാത്ത ഒരു അന്തരീക്ഷം, അതാണ് ടർബുലൻസ്. റോക്കിംഗ് എന്ന് പറഞ്ഞാൽ മൂവിങ് ജെന്റ്ലി ടു ആൻഡ് ഫ്രോ, അതായത് മുമ്പോട്ടും പുറകോട്ടും അങ്ങനെയൊക്കെ ആടി ഉലയുന്നതിനാണ് റോക്കിംഗ് എന്ന് പറയുക. അപ്പോൾ ഞങ്ങളുടെ വിമാനം ഒരു മേഘത്തിനകത്തേക്ക് ആടി ഉലഞ്ഞ് കയറി. അതുപോലെ ചുറ്റും ഉള്ള അന്തരീക്ഷം വളരെ പ്രക്ഷുബ്ധമാണ്. A peculiar silence crept among the passengers. പെക്യുലർ പ്രത്യേക തരത്തിലുള്ള നിശബ്ദത ആ യാത്രക്കാരിലേക്ക് നിറഞ്ഞു. ക്രപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇഴയുക എന്നാണ് അർത്ഥം. ഇവിടെ അവരിലേക്ക് എത്തി എന്നുള്ളൊരർത്ഥമുള്ളൂ. Most of whom were young men seeking the myriad hues of green pastures of Kerala, where it seems everything was in abundance, but a labor for sun rain. അപ്പോൾ ഈ പാസഞ്ചേഴ്സിൽ, യാത്രക്കാരിൽ കൂടിയ ഭാഗവും ചെറുപ്പക്കാരാണ്. അവർ കേരളത്തിൻ്റെ പച്ചപ്പ് ആഗ്രഹിച്ച് വന്നതാണ്. പച്ചപ്പ് മാത്രമല്ല, ദ മിറിയഡ് ഹ്യൂസ് എന്ന് പറഞ്ഞാൽ, മിറിയഡ് എന്ന് പറഞ്ഞാൽ ധാരാളം, എണ്ണമറ്റ എന്നൊക്കെ പറയാം. അപ്പം ഹ്യൂസ് എന്ന് പറഞ്ഞാൽ നിറം. അപ്പോൾ കേരളത്തിൻ്റെ എണ്ണമറ്റ നിറങ്ങളോട് കൂടിയ പുൽത്തകിടികൾ, പാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പുൽമേടുകൾ അല്ലെങ്കിൽ ഗ്രാമീണ അവസ്ഥ എന്നൊക്കെ പറയാം. ആ കേരളത്തിൻ്റെ ഒരു പച്ചപ്പ് തേടി വന്ന ചെറുപ്പക്കാരാണ് ആ യാത്രക്കാരിൽ കൂടുതലും. ഇറ്റ് സീംസ് എവറിത്തിങ് വാസ് ഇൻ അബണ്ടൻസ്. കേരളത്തിലെല്ലാം ധാരാളമുണ്ട്, പക്ഷേ മഴയും ലേബർ ഫോഴ്സും, അതായത് ജോലി ചെയ്യാനുള്ള ആൾക്കാരും കുറവാണ്. ദ പ്ലെയിൻ റോക്ക്ഡ് സം മോർ ആൻഡ് സംവെയർ ബിഹൈൻഡ് മീ എ ചൈൽഡ് വെയിൽഡ് ഇൻ ഫ്രൈറ്റ്. അപ്പോൾ വിമാനം വീണ്ടും ആടി ഉലയുകയാണ്. ആ സമയത്ത് എൻ്റെ പിറകിൽ എവിടെയോ ഒരു കുട്ടി ഇരുന്ന് ഭയപ്പെട്ട് കരയുന്നു. വെയിൽഡ് എന്ന് പറഞ്ഞാൽ ക്രൈ, ഫ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയപ്പെട്ട. An elderly couple alongside who had been chatting
ഇൻസെസൻ്റ്ലി എന്ന് പറഞ്ഞാൽ നിലയ്ക്കാതെ, കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ഒരു പ്രായമായ ദമ്പതികൾ നിർത്താതെ സംസാരിച്ചുകൊണ്ടിരുന്നു. വാസ് ഫൈനലി ക്വയറ്റ്. അവരും ഇപ്പോൾ നിശബ്ദരായി. ഐ വോണ്ടേഡ് വാട്ട് ദ യങ് മെൻ ഫ്രം നോർത്തേൺ ഇന്ത്യ. ഞാൻ അത്ഭുതപ്പെട്ട് ഓർക്കുകയാണ്, നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഈ ചെറുപ്പക്കാർ, ഓൾമോസ്റ്റ് ഓൾ ഓഫ് ദം ഇൻ ദി യൂണിഫോം ഓഫ് ഗസ്റ്റ് വർക്കർ. എല്ലാവരും അതിഥി തൊഴിലാളികളുടെ വേഷത്തിലാണ്. എല്ലാവരും ഏകദേശം യൂണിഫോം ധരിച്ചതുപോലെയാണ് വന്നിരിക്കുന്നത്. ജീൻസ്, ടീഷർട്ട്, വിൻഡ് ചീറ്റർ ആൻഡ് സ്നീക്കേഴ്സ്. അതാണ് അവരുടെ ഡ്രസ്സ്. ജീൻസ്, ടീഷർട്ട്. വിൻഡ് ചീറ്ററിന് വിൻഡ് ബ്രേക്കർ എന്നും പറയും. ഒരു തിൻ ഫാബ്രിക് ജാക്കറ്റാണ്. ഒരു ജാക്കറ്റിനെയാണ് വിൻഡ് ചീറ്റർ എന്ന് പറയുന്നത്. അതുപോലെ സ്നീക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഷൂസ്. ഇതാണ് മിക്കവരുടെയും വേഷം. തോട്ട് ഓഫ് ദിസ് ടർബുലൻറ്റ് റിട്ടേൺ ടു ദെയർ വർക്ക് പ്ലേസ്. അപ്പോൾ ഇങ്ങനെ ഈ നിശബ്ദമല്ല, ശാന്തമല്ലാത്ത ഈ ഒരു അന്തരീക്ഷത്തിൽ അവരെല്ലാം അവരുടെ ജോലി സ്ഥലത്തേക്ക് മടങ്ങുകയാണ്. കേരളത്തിലാണ് അവരുടെ ജോലി സ്ഥലം. അപ്പോൾ കേരളത്തിലേക്ക് അവർ മടങ്ങി വരുന്നു. ദ മെമ്മറി ഓഫ് ദ ഹൊറിഫിക് ഫ്ലഡ്സ് ഇൻ 2018 is still as vivid as they are frightening. അവരുടെ മനസ്സിലെല്ലാം 2018 ആ ഭീകരമായ പ്രളയം, വിവിഡ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ക്ലിയർ ഇമേജസ് ഇൻ മൈൻഡ് ആണ്. അതായത് മനസ്സിലെ ശക്തമായ ഓർമ്മകൾ. അപ്പോൾ അവരുടെ മനസ്സിലെല്ലാം 2018 ആ ഭീകരമായ പ്രളയമുണ്ട്. അതുകൊണ്ടാണ് അവരിപ്പോൾ ഭയപ്പെട്ട് ഇവിടെ ഇരിക്കുന്നത്. ഓൾ അറൗണ്ട് me was fear and anxiety, which manifested as a rain in silence and determined grip on the seat handles. എൻ്റെ ചുറ്റുമുള്ളതെല്ലാം ഭയവും ആകാംക്ഷയുമാണ്. അതെങ്ങനെ കാണപ്പെട്ടു? അവരെല്ലാവരും നിശബ്ദതയിലാണ്. അതുപോലെ തന്നെ ഡിറ്റർമൈൻഡ് ഗ്രിപ്പ് ഓൺ ദി സീറ്റ് ഹാൻഡിൽസ്. അവരെല്ലാം കൈ പിടിക്കുന്നിടത്ത് മുറുകെ പിടിച്ചിട്ടുണ്ട്. അപ്പം ആ നിശബ്ദതയും കൈ ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കുന്നതും കാണിക്കുന്നത് അവരെല്ലാം ഭയപ്പെട്ടിരിക്കുന്നു എന്നാണ്. റെയിൻഡ് എന്ന് പറഞ്ഞാൽ നിയന്ത്രണം അഥവാ റൂളിംഗ് എന്നാണ്. മാനിഫെസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം കാണപ്പെട്ടു. ഐ മസ്റ്റ് ഹാവ് ബീൻ ദ ഓൺലി പാസഞ്ചർ ഓൺ ദാറ്റ് ഫ്ലൈറ്റ് ഹു വാസ് ഹാപ്പി വിത്ത് ദ ടർബുലൻസ്. ആ ഫ്ലൈറ്റിലുള്ളതിലെ ഏക സന്തോഷമുള്ള ആൾ എന്ന് പറയുന്നത് ഞാനാണ്. ബാക്കിയുള്ളവർക്കെല്ലാം ആകാംക്ഷയും ഭയവുമാണ്. അൺഈവൻഫുൾ ഫ്ലൈറ്റ് മെൻറ്റ് ഗുഡ് വെതർ. അപ്പോൾ ശാന്തമായ ഒരു വിമാനയാത്ര എന്ന് പറയുന്നത് എന്താണ് സൂചിപ്പിക്കുന്നത്? നല്ല കാലാവസ്ഥ, ഗുഡ് വെതർ. സോ ടർബുലൻസ് മെൻറ്റ് ജസ്റ്റ് വൺ തിങ്, വിവിഡ് കറൻറ്റ്സ് ആൻഡ് ഹെൻസ് ദ മൺസൂൺ. അപ്പം ഈ പ്രക്ഷുബ്ധമായ അന്തരീക്ഷം സൂചിപ്പിക്കുന്നത് മൺസൂൺ ഉടനെ വരുന്നുണ്ട്. ആഫ്റ്റർ ഓൾ ഐ വാസ് ട്രാവലിംഗ് ടു കേരള ടു റിന്യൂ മൈ അക്വൈൻറ്റൻസ് വിത്ത് ദി മൺസൂൺ. അതുകൂടാതെ ഞാൻ കേരളത്തിലേക്ക് യാത്ര തിരിച്ചത് തന്നെ മൺസൂണുമായിട്ടുള്ള എൻ്റെ പരിചയം പുതുക്കാനാണ്. അക്വൈൻറ്റൻസ് എന്ന് പറഞ്ഞാൽ പരിചയം, റിന്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ പുതുക്കുക. ഫോർ ഓൾമോസ്റ്റ് 6 weeks now ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ ഹാഡ് ബീൻ പ്ലേയിങ് ഹൈഡ് ആൻഡ് സീക്ക്. ഒരു 6 ആഴ്ചയായിട്ട് സൗത്ത് വെസ്റ്റ് മൺസൂൺ ഇവിടെ ഒളിച്ചേ കണ്ടേ കളിക്കുകയാണെന്നാണ് അവർ പറയുന്നത്. ഹൈഡ് ആൻഡ് സീക്ക്. അപ്പം ഇവിടെ കാണാനേ ഇല്ല മൺസൂണിനെ. ഇടയ്ക്കൊന്ന് ചെറുതായിട്ടൊന്ന് മഴ എത്തി നോക്കിയിട്ട് പോകും. അപ്പം 6 ആഴ്ചയായിട്ട് മൺസൂൺ മിസ്സിംഗ് ആണ്. മൈ ഡെയിലി കോൾസ് ടു മൈ പേരൻസ് വുഡ് ബിഗിൻ വിത്ത് ദി ക്വറി, ഈസ് ഇറ്റ് റെയിനിങ് ദെയർ. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പേരൻസിനോട് ആദ്യം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈസ് ഇറ്റ് റെയിനിങ് ദെയർ, അവിടെ മഴ പെയ്യുന്നുണ്ടോ. ദിസ് വാസ് ഇൻ എ കോൺവെർസേഷൻ ഫില്ലർ ആസ് ഇറ്റ് ടെൻസ് ടു ബി വെൻ ടു പീപ്പിൾ ഹാവ് നത്തിങ് ടു സേ ഈച്ച് അതർ. അപ്പോൾ ഇതൊരു കോൺവെർസേഷൻ ഫില്ലർ അല്ല. അതായത് രണ്ടുപേര് തമ്മിൽ സംസാരിക്കുമ്പോൾ സംസാരം തുടങ്ങാനായിട്ട് മിക്കവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ആസ് ഇറ്റ് ടെൻസ് ടു ബി വെൻ ദ ടു പീപ്പിൾ ഹാവ് നത്തിങ് ടു സേ ഈച്ച് അതർ. രണ്ടുപേരും തമ്മിൽ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ലാത്തപ്പോൾ സംസാരം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ദിസ് വാസ് എ ജെനുവിൻ ക്വറി. പക്ഷേ ഇത് ഒരു യഥാർത്ഥമായ ചോദ്യമാണ്. എൻ്റേത് ഞാൻ റിയലി ചോദിക്കുന്നതാണ്. ഞാൻ സത്യസന്ധമായിട്ട് അന്വേഷിക്കുന്നതാണ്. ഫോർ ദ ആൻസർ വുഡ് ഡിറ്റർമൈൻ മൈ നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് അബൌട്ട് ലീക്കി റൂഫ്സ്, സ്ലിപ്പറി പാത്സ്, പവർ ഔട്ടേജസ് ആൻഡ് ദ ഗ്രൗണ്ട് കവർ ദാറ്റ് വിത്ത് ദി റെയിൻ വുഡ് ടേക്ക് ഓവർ ദ ലാൻഡ്. അപ്പോൾ ഞാൻ അച്ഛനോടും അമ്മയോടും ഈ ക്വസ്റ്റ്യൻ ചോദിക്കും. അവരുടെ തിരിച്ചുള്ള മറുപടി, ഫോർ ദ ആൻസർ വുഡ് ഡിറ്റർമൈൻ, അവരുടെ മറുപടിയാണ് എൻ്റെ അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് തീരുമാനിക്കുന്നത്. അപ്പോൾ അവർ മഴയുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എന്തൊക്കെ ചോദിക്കും? ലീക്കി റൂഫ്, സ്ലിപ്പറി പാത്സ്, പവർ ഔട്ടേജസ്. പവർ ഔട്ടേജസ് എന്ന് പറഞ്ഞാൽ വൈദ്യുതി മുടക്കം. സ്ലിപ്പറി എന്ന് പറഞ്ഞാൽ തെന്നിക്കിടക്കുന്ന വഴികൾ, ലീക്ക് ചെയ്യുന്ന റൂഫുകൾ, മേൽക്കൂരകൾ. ഇതൊക്കെ മഴയെപ്പറ്റിയുള്ള മുഴുവൻ ക്വസ്റ്റ്യൻസും ഞാൻ വീണ്ടും ചോദിച്ചുകൊണ്ടേ
ഇരിക്കും. On July 17, which was the first day of Karkidagam month, and when sheets of rain ought to be falling as if the end of the world was drawing near. ജൂലൈ 17-നായിരുന്നു കർക്കിടക മാസത്തിൻ്റെ ആരംഭം. കർക്കിടക മാസം എന്ന് പറയുന്നത് തന്നെ മഴക്കാലമാണ്. When the sheet of rain ought to be falling as the end of the world was drawing near. അപ്പം ലോകാവസാനം അടുത്തു എന്ന് പറയുന്നത് പോലെ തന്നെ മഴ പെയ്യുന്ന ഒരു ദിവസമാണ് കർക്കിടകം. My mother said the skies had loomed a gunmetal grey, but all they had was a minor spell of reluctant rain. അപ്പം വളരെ ലോകാവസാനം അടുത്തതുപോലെ മഴ പെയ്യേണ്ട ഒരു സമയമാണ് കർക്കിടകം. പക്ഷെ അമ്മ എന്നോട് പറഞ്ഞു, ദ സ്കൈസ് ഹാഡ് ലൂംഡ് എന്ന് പറഞ്ഞാൽ മങ്ങിക്കാണുക, അപ്പിയേഡ്, അതായത് ആകാശം ആകപ്പാടെ മങ്ങിയിരിക്കുന്നു. എ ഗൺമെറ്റൽ ഗ്രേ എന്ന് പറഞ്ഞാൽ ചാരനിറം. ബട്ട് ഓൾ ദേ ഹാഡ് വാസ് എ മൈനർ സ്പെൽ ഓഫ് റിലക്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ അൺവില്ലിങ്, ഹെസിസ്റ്റൻറ്റ്, മടിയോടെ എന്നൊക്കെ പറയാം. അപ്പം അമ്മ പറഞ്ഞു കർക്കിടക മാസത്തിലും ആകാശം മങ്ങി കാണപ്പെടുന്നുണ്ട്, അതുപോലെ മഴ ഇങ്ങനെ പെയ്യാൻ മടിച്ച് വരുന്നുണ്ട്. ആൻഡ് നൗ ദ സൺ വാസ് ഷൈനിങ്, ഇപ്പോൾ സൂര്യപ്രകാശമുണ്ട് താനും. വേർ ഹാസ് ദ റെയിൻ ഗോൺ, ഷീ ആസ്റ്റ്. അമ്മ എന്നോട് പറഞ്ഞു, ഈ മഴ എവിടെ പോയോ? ഹാസ് ഇറ്റ് കം ടു യു, നിങ്ങളുടെ അവിടെ മഴയുണ്ടോ? അപ്പം ഓദർ, നമ്മുടെ നരേറ്റർ മറ്റൊരു സ്ഥലത്താണ്. അപ്പം അമ്മ പറഞ്ഞു, ഇവിടെ മഴയൊന്നുമില്ല, സൂര്യൻ നല്ല പ്രകാശത്തിലുണ്ട്, ചിലപ്പോൾ ആകാശം ചാരനിറത്തിൽ കാണാറുണ്ട്, നിങ്ങളുടെ അവിടെ മഴ പെയ്യുന്നുണ്ടോ എന്ന് അമ്മ ചോദിച്ചു. ബാംഗ്ലൂർ, the city where I live, when not in my village, Mundakottu in Kerala, was going through its windy phase. ബാംഗ്ലൂരിലാണ് ഞാൻ ജീവിക്കുന്നത്. ബാംഗ്ലൂർ ദ സിറ്റി, വേർ ഐ ലീവ് വെൻ നോട്ട് ഇൻ മൈ വില്ലേജ് മുണ്ടക്കോട്ട് ഇൻ കേരള. അപ്പോൾ ഞാൻ മുണ്ടക്കോട്ട് എന്ന എൻ്റെ ഗ്രാമത്തിൽ താമസിക്കാത്തപ്പോൾ ഞാൻ ബാംഗ്ലൂരിലാണ് ഉള്ളത്. അവിടെയും ഒരു വിൻഡി ഫേസിലൂടെയാണ് കടന്നു പോകുന്നത്. For over a week now, the brutal wind had been sweeping the northern outskirts of the city with a menacing growl. അപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് കാറ്റടിക്കുന്നു. അപ്പം ആകാശത്തെല്ലാം മണ്ടമാനം, സ്വീപ്പിംഗ് എന്ന് പറഞ്ഞാൽ തൂത്തുവാരുന്നത് പോലെയുള്ള കാറ്റാണ്. ദ സിറ്റി വിത്ത് എ മെനസിങ് ഗ്രൗൾ എന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തുന്ന ഒരു മുരൾച്ച. മെനസിങ് എന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തുക, ഗ്രൗൾ മുരൾച്ച. അപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് മുരണ്ടുകൊണ്ട് കാറ്റ് അടിച്ചുകൊണ്ടേയിരിക്കുന്നു. വിൻഡോ ഷട്ടേഴ്സ് ബാങ്ക്ഡ് എന്ന് പറഞ്ഞാൽ ഹിറ്റ്, സ്ട്രൈക്ക്, ബീറ്റ് എന്നൊക്കെ പറയാം. അപ്പോൾ അടിക്കുക, തല്ലുക എന്നൊക്കെയുള്ള ഒരു അർത്ഥമാണ്. വിൻഡോ ഷട്ടേഴ്സ് ബാങ്ക്ഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കാറ്റടിച്ച ജനാലകൾ അടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഡോർസ് അൺലാച്ച്ഡ് ദംസെൽസ്. അൺലാച്ച്ഡ് എന്ന് പറഞ്ഞാൽ അൺഫാസ്റ്റൻ, അതായത് കുറ്റി അഴിഞ്ഞു പോകുന്നു. വാതിലുകളുടെയൊക്കെ കുറ്റി ഈ കാറ്റടിച്ച് തനിയെ അഴിഞ്ഞു പോകുന്നു. അറൗണ്ട് മൈ ഹോം ട്രീസ് ക്രീക്ഡ് ആൻഡ് ഗ്രോൺഡ് വൈൽ ലീവ്സ് ഹിസ്ഡ് ആൻഡ് വിസ്പേർഡ്. എൻ്റെ അടുത്തുള്ള മരങ്ങളൊക്കെ ക്രീക്ക് ആൻഡ് ഗ്രോണ്ടൊക്കെയും നിലവിളി ശബ്ദം പോലെയാണ്. അതായത് മരങ്ങളൊക്കെ ഇങ്ങനെ കാറ്റിൽ ആടി ഉലഞ്ഞ് ശബ്ദമുണ്ടാക്കുന്നു. ആൻഡ് വൈൽ ലീവ്സ് ഹിസ്ഡ് ആൻഡ് വിസ്പേർഡ്, ഇലകളിലൊക്കെ ആ ഒരു മർമ്മര ശബ്ദവും ഉണ്ടാകുന്നു. അതാണ് ഹിസ്റ്റ് ആൻഡ് വിസ്പേർഡ്. ഇലകളിൽ ഒരു ശീൽക്കാര ശബ്ദമുണ്ട്, അതുപോലെ മരങ്ങൾക്കൊക്കെ വളരെ വലിയൊരു മുരൾച്ച ശബ്ദമുണ്ട്. ത്രൂ നൈറ്റ് ആൻഡ് ഡേ ദ വിൻഡ് ബ്ലൂ. രാത്രിയും പകലും ഇങ്ങനെ കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. പുഷിങ് ദ മൺസൂൺ ക്ലൗഡ്സ് എവേ. അവർ മഴമേഘങ്ങളെ ദൂരേക്ക് കൊണ്ടുപോകുന്നു. സോ എ ടർബുലന്റ് ഫ്ലൈറ്റ് ഇൻ ടു കേരള ഇൻഡിക്കേറ്റഡ് പോസിബിൾ റെയിൻസ്. അപ്പോൾ കേരളത്തിലേക്കുള്ള ഈ പ്രക്ഷുബ്ധമായ ഫ്ലൈറ്റ് യാത്ര സൂചിപ്പിക്കുന്നത് ഇവിടെയും ഉടനെ മൺസൂൺ വരും. എക്സെപ്റ്റ് ദാറ്റ് ആസ് വി ഡിസെൻഡഡ് ഇൻ ടു കൊച്ചി ഇറ്റ് സീം ടു ഹാവ് നോ റെയിൻ ആയത്. ആകാശത്ത് നിന്നപ്പോൾ എനിക്ക് തോന്നി മഴ പെയ്യുമെന്ന്. പക്ഷേ കൊച്ചിയിൽ ലാൻഡ് ചെയ്തപ്പോൾ, ഡിസെൻഡഡ് എന്ന് പറഞ്ഞാൽ ലാൻഡ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ ഒരു The grey skies suggested rain. ചാരനിറത്തിലുള്ള ആകാശം മഴ വരുമെന്ന് സൂചിപ്പിക്കുന്നു. But the blanched greenery said something else. Blanched എന്ന് പറഞ്ഞാൽ വിളറിയ, അതായത് കണക്കിന് മഴ ലഭിക്കാത്തത് മൂലം പച്ചപ്പൊക്കെ മങ്ങി നിൽക്കുന്നു. അപ്പം അങ്ങനെയുള്ള ആ ഒരു പച്ചപ്പ് മറ്റെന്തോ ആണ് സൂചിപ്പിക്കുന്നത്. A diffidence that leaves one's feeling both helpless and powerless. ഡിഫിഡൻസ് എന്ന് പറഞ്ഞാൽ
ഒരാത്മവിശ്വാസക്കുറവ് അല്ലെങ്കിൽ നിസ്സഹായാവസ്ഥ. അപ്പം അത് ഒരു മനുഷ്യനെ ഒരു നിരാലംബനാക്കുന്നു, അല്ലെങ്കിൽ ഒരു പവറുമില്ലാത്ത, ഒരു ശക്തിയുമില്ലാത്തവനാക്കി മാറ്റുന്നു. അതായത് മഴ ലഭിക്കുന്നില്ല, അപ്പോൾ ഒരു ആത്മവിശ്വാസക്കുറവ് പ്രകൃതിയിൽ മൊത്തം അനുഭവപ്പെടുന്നു. ഹൗ ഡു യു കൊയാക്സ് എ മൺസൂൺ ടു ഡു വാട്ട് ഇറ്റ് ought ടു ബി ഡൂയിങ്? ഹൗ ഡു യു കൊയാക്സ് എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മൺസൂണിനെ അത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ മഴ പെയ്യാനായിട്ട് പ്രേരിപ്പിക്കാൻ കഴിയുക? നോട്ട് എ ഡ്രോപ്പ് ട്രാവൽസ് വിത്ത് മീ ടു മൈ വില്ലേജ്. അപ്പോൾ ഞാൻ കൊച്ചിയിൽ ഇറങ്ങിയതിന് ശേഷം എൻ്റെ വില്ലേജിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ഡ്രോപ്പ് വാട്ടർ പോലും താഴേക്ക് വീണിട്ടില്ല. വെൻ ഐ വാസ് ലാസ്റ്റ് ഹിയർ ഇൻ ജൂൺ When I was the last here in June to celebrate the onset of monsoon, which I have done for many years now, the monsoon had failed to break. കഴിഞ്ഞ വർഷം ജൂണിലും ഞാനിതുപോലെ മൺസൂൺ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ വന്നിരുന്നു. ഓൺസെറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ബിഗനിങ്, അതായത് മൺസൂണിൻ്റെ ആരംഭം. പക്ഷേ കുറേ നാളായിട്ട് മൺസൂൺ ഫെയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്, അതായത് മൺസൂൺ വരുന്നേ ഇല്ല. A few summer storms had escalated the heat. സമ്മർ എന്ന് പറഞ്ഞാൽ ചൂട്, സ്റ്റോംസ് കാറ്റ്, കൊടുങ്കാറ്റ് എന്നൊക്കെ പറയും, ഇവിടെ കാറ്റ്. എസ്കലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് റാപ്പിഡ്ലി, ഉയർത്തുക അല്ലെങ്കിൽ ഉയർന്നു എന്നാണ്. അപ്പം ചൂട് കാലത്ത് ഭയങ്കരമായിട്ട് ആകാശത്ത് കാറ്റുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ചൂട് വളരെയധികം വർദ്ധിച്ചു. ആൻഡ് ദ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് said that the monsoon was lurking in the Maldives. Lurking എന്ന് പറഞ്ഞാൽ ഹിഡൻ, പതുങ്ങിയിരിക്കുക അല്ലെങ്കിൽ പതിയിരിക്കുക എന്നൊക്കെ പറയും. അപ്പോൾ കാലാവസ്ഥ പ്രവചനം നടത്തുന്ന ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞു, നമ്മുടെ മൺസൂൺ എവിടെയോ പതുങ്ങിയിരിക്കണം, എവിടെയോ എന്നല്ല, മാൽഡീവ്സിൽ പതുങ്ങിയിരിക്കണം. അതായത് ഇങ്ങോട്ടേക്ക് കാലാവസ്ഥ അല്ലെങ്കിൽ മൺസൂൺ ഉടനെ എത്തില്ല എന്നൊരു പ്രവചനം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അതായത് എല്ലാ വർഷവും നമ്മുടെ അനിത നായർ മഴ ആസ്വദിക്കാനായിട്ട് ഇവിടെ വരാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം ഈ സമയത്തും മഴയില്ലായിരുന്നു, ചൂട് ആയിരുന്നു. ആ സമയത്ത് കാലാവസ്ഥാ ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞു മൺസൂണ് മാൽഡീവ്സിൽ അവിടെ വരെ എത്തിയതേ ഉള്ളൂ, ആ കാറ്റ് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല എന്ന് അറിയിച്ചു. The villagers had said that the summer drought had been intense. ഗ്രാമത്തിലുള്ള ഗ്രാമീണരൊക്കെ പറഞ്ഞു വേനൽക്കാലത്ത് ഭയങ്കര വെള്ളത്തിന് ബുദ്ധിമുട്ടായിരുന്നു, അല്ലെങ്കിൽ ക്ഷാമമായിരുന്നു, വരൾച്ചയായിരുന്നു എന്ന് പറഞ്ഞു. ഇൻറ്റൻസ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിരുന്നു, തീവ്രമായിരുന്നു. It has been almost 2 decades since we saw the wells and canals dry up and the water table fall so low, they had said. അപ്പോൾ അവർ ഗ്രാമീണരൊക്കെ പറഞ്ഞു 2 പതിറ്റാണ്ടായിട്ട് അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് വെൽസും കനാൽസും, അതായത് കുളങ്ങളും കനാലുകളും ഒക്കെ വറ്റി വരണ്ടു, അതുപോലെ വെള്ളത്തിൻ്റെ ആ ഒരു ലെവൽ തന്നെ വളരെയധികം താന്നു. നത്തിങ് ഈസ് ആസ് ഇറ്റ് വാസ്. ഒന്നും മുമ്പുണ്ടായിരുന്നത് പോലെ അല്ല. ബിൽഡ് a few more concrete monstrosities എന്ന് പറഞ്ഞാൽ ഹൊറർ, അല്ലെങ്കിൽ ലാർജ് ബിൽഡിങ്, വലിയ ബിൽഡിങ്, അതായത് രാക്ഷസീയമായ, അതായത് ഭയങ്കര ഭീകരമായ ഫ്ലാറ്റുകളൊക്കെ, ഒരുപാട് നിലകളുള്ള ബിൽഡിങ്ങുകളൊക്കെ പണിയുന്നു. ടൈൽ സം മോർ ഫ്രണ്ട് യാർഡ്സ്, വീടിൻ്റെ മുൻവശമൊക്കെ ടൈൽസ് ഇട്ട് വെക്കുന്നു മുറ്റത്ത്. ആൻഡ് കട്ട് ഡൗൺ മോർ ട്രീസ്, ഒരുപാട് മരങ്ങളൊക്കെ മുറിച്ചു മാറ്റുന്നു. ആൻഡ് ഇൻ എ ഡിക്കാഡ്സ് ടൈം, ഇഫ് നോട്ട് ഏർലിയർ, you will be paying for water as I do in Bangalore, rupees 400 for a small tanker of water supplement to the trickle sourced from the community borewell. അപ്പോൾ ഇവിടെ കേരളത്തിലെ വലിയ വലിയ ബിൽഡിങ്ങുകൾ വരുന്നു, മരങ്ങളൊക്കെ വെട്ടിമാറ്റുന്നു, അതുപോലെ മുൻവശം മുഴുവൻ ടൈൽസ് ഇടുന്നു. ഇങ്ങനെ പോയാൽ വലിയ താമസമില്ലാതെ അനിത നായർ ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത്. അവിടെ ഒരു വാട്ടർ ടാങ്കിൽ നിന്ന് വെള്ളം, അതായത് ട്രിക്കിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് വീഴുക അല്ലെങ്കിൽ തുള്ളി എന്നൊരർത്ഥമൊക്കെയാണ്. അപ്പം കമ്മ്യൂണിറ്റി ബോർവെല്ലിൽ നിന്ന് വെള്ളം എടുക്കുന്നതിന് 400 രൂപയോളം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരവസ്ഥ വലിയ താമസം കൂടാതെ കേരളത്തിലും എത്തും. ആൻഡ് ഹിയർ വി ആർ എ വീക്ക് ഇൻ ടു കർക്കിടകം, when fields and canals ought to be overflowing and ditches gurgling like streams, and the monsoon still hasn't planted its feet in the ground. പണ്ട് നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ കർക്കിടകം തുടങ്ങുമ്പോഴേ ഫീൽഡുകളിലും കനാലുകളിലുമെല്ലാം ഓവർഫ്ലോ ഉണ്ടാവുമായിരുന്നു വെള്ളത്തിൻ്റെ. ഡിച്ചസ് എന്ന് പറഞ്ഞാൽ ചാല്, കിടങ്ങ്, നാരോ ചാനൽസ് എന്നൊക്കെ അർത്ഥം. ഗേർഗ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ശബ്ദമാണ്, ഗളകളാന്നൊരു വെള്ളത്തിൻ്റെ ഒഴുകുന്ന ഒരു ശബ്ദമുണ്ടല്ലോ, അതാണ് ഗേർഗ്ലിംഗ്.
അപ്പം ഇതൊക്കെ, അതായത് ചെറിയ കനാലുകൾ പോലും അരുവികൾ പോലെ വളരെ ശബ്ദത്തിൽ വെള്ളമൊഴുക്കിക്കൊണ്ട് പോകുന്നതാണ് സാധാരണയായി കർക്കിടക മാസത്തിൽ. പക്ഷേ ഇപ്പോൾ മൺസൂൺ സ്റ്റിൽ ഹാസൻ പ്ലാന്റ് ഇറ്റ്സ് ഫീറ്റ് ഇൻ ദി ഗ്രൗണ്ട്. മൺസൂണിന് ഇവിടെ എത്താനുള്ള ഒരു ഉദ്ദേശവും കാണുന്നില്ല. അറ്റ് ഡെസ്ക് എന്ന് പറഞ്ഞാൽ സന്ധ്യസമയമായപ്പോഴേക്ക് മൈ സ്പ്രൈറ്റ്ലി 85-year-old അങ്കിൾ കംസ് കോളിംഗ്. വൈകുന്നേരം ആയപ്പോൾ എൻ്റെ 85 വയസ്സുള്ള അങ്കിള് വന്ന് വിളിച്ചു. ഹിയർ ഈസ് എ മാൻ who straddles the past and present with the same ease he does his scooter. He learned to ride one when he was 78. അപ്പോൾ അങ്കിളിന് ഇപ്പോൾ 85 വയസ്സുണ്ട്. 78 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം സ്കൂട്ടർ ഓടിക്കാൻ പഠിച്ചത്. എങ്ങനെയാണോ സ്കൂട്ടറിൽ നമ്മൾ ഇരിക്കുന്നത്, സ്കൂട്ടറിൽ നമ്മൾ കാല് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഇട്ടാണ് ഇരിക്കുക. അപ്പോൾ അതുപോലെ തന്നെ പാസ്റ്റിനെയും പ്രസൻറ്റിനെയും അദ്ദേഹത്തിന് ബന്ധിപ്പിക്കാൻ കഴിയും. അതായത് ഇപ്പോഴത്തെ കാര്യങ്ങളും പഴയ കാര്യങ്ങളും നല്ലപോലെ അറിവുള്ള ഒരാളാണ് അങ്കിള്. ഹി ഈസ് സീൻ ഹൗ ദ മൺസൂൺ ക്യാൻ ടേൺ എ വില്ലേജ് ഇൻ ടു പെന്യൂറി ആൻഡ് ഹൗ ഇറ്റ്സ് ലാക്ക് ക്യാൻ കോസ് ദ സെയിം. അപ്പം അങ്കിളിന് നന്നായിട്ടറിയാം എങ്ങനെയാണ് മൺസൂണിന് അതായത് വളരെയധികം മൺസൂൺ മഴ കിട്ടുന്ന ഒരു സമയത്ത് ഒരു ഗ്രാമത്തെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുക, അതുപോലെ തന്നെ മഴയില്ലാത്ത ഒരവസ്ഥയിലും ദാരിദ്ര്യം എങ്ങനെ ഉണ്ടാവും. അതായത് അദ്ദേഹത്തിന് വളരെയധികം ജീവിതാനുഭവങ്ങൾ ഉള്ളയാളാണ്. വി ടോക്ക് അബൌട്ട് ഹൗ ദ മൺസൂൺ വൺസ് വാസ്. എങ്ങനെയായിരുന്നു നമ്മുടെ മൺസൂൺ എന്ന് അങ്കിൾ എന്നോട് പറഞ്ഞു. ദ ഇൻസെസൻറ്റ് എന്ന് പറഞ്ഞാൽ നിലയ്ക്കാത്ത, കണ്ടിന്യൂസ് ആയിട്ടുള്ള. റെയിൻ വുഡ് മേക്ക് എവറിത്തിങ് ക്ലാമി ടു ദി ടച്ച്. അപ്പം പണ്ടൊക്കെ ഇങ്ങനെ നിലയ്ക്കാതെ മൺസൂൺ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം, ക്ലാമി എന്ന് പറഞ്ഞാൽ ഈർപ്പമുള്ള, വെറ്റ്, മോയിസ്റ്റ് എന്നൊക്കെ പറയാം. അപ്പോൾ എല്ലായിടത്തും ഈർപ്പമാവും. ദ ഡാംപ് വുഡ് ബ്രീത്ത് എ മസ്റ്റ്നെസ് ഓൺ ടു ക്ലോത്ത് ആൻഡ് റെയിൻ ടേണിങ് സ്റ്റോൺ എ മോസി ഗ്രീൻ. മസ്റ്റ്നെസ് എന്ന് പറഞ്ഞാൽ ചീഞ്ഞ അല്ലെങ്കിൽ പഴക്കം, ഒരു പഴകിയ മണം, തണുത്ത് എല്ലാം ഇങ്ങനെ ഉണങ്ങാതെ കിടക്കുമ്പോൾ ഒരു തണുത്ത മണം വരും. ദ ഡാംപ് എന്ന് പറയുന്ന വെറ്റ് അല്ലെങ്കിൽ മോയിസ്റ്റ്. അപ്പം ഇത് എല്ലായിടത്തും ഒരു ഈർപ്പ മണമായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു പായൽ പച്ചപ്പ് മുറ്റത്തെല്ലായിടത്തും വരും. ടു ഹിയർ മൈ അങ്കിൾ സ്പീക്ക് ഓഫ് ദി റെയിൻ ഈസ് ടു റിയലൈസ് ഹൗ റിയൽ ആൻഡ് ഹ്യൂമൻ ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ ഈസ് ടു ഹിം. അപ്പം അങ്കിള് പറയുന്നത് കേൾക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് കേൾക്കുമ്പോൾ മൺസൂണിനെ പറ്റി വളരെ റിയൽ ആയിട്ടുള്ളൊരു പിക്ചർ അവതരണം ലഭിക്കുന്നു. Like the much awaited visit by a rich relative that turns into a joyless anti-climax, the monsoon has proved to be a disappointment. അപ്പം നമ്മൾ വളരെ വെയിറ്റ് ചെയ്തിരുന്ന നമ്മുടെ വളരെ റിച്ച് ആയിട്ടുള്ള ഒരു റിലേറ്റീവ് വരുന്നത് പോലെയാണ് മൺസൂണിനെ കാത്തിരുന്നത്. പക്ഷേ അതൊരു ആൻറ്റി ക്ലൈമാക്സ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ക്ലൈമാക്സ് ആയിട്ട് മാറുകയാണ്. ദ മൺസൂൺ ഹാസ് പ്രൂവ്ഡ് ടു ബി എ ഡിസപ്പോയിൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ നിരാശ. കാരണം വളരെ നമുക്ക് സ്വന്തമായ ഒരു റിലേറ്റീവിനെ കാത്തിരിക്കുന്നത് പോലെ നമ്മുടെ ഓതർ മൺസൂണിനെ കാത്തിരിക്കുന്നു. പക്ഷെ അതൊരു നിരാശയായിട്ട് മാറി. ഹി അക്യൂസ്ഡ് ദിസ് ഇയേഴ്സ് മൺസൂൺ ഈസ് മിയർലി കാട്ടിക്കൂട്ടി പോവുക. അപ്പോൾ അങ്കിള് കുറ്റപ്പെടുത്തി, അക്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തി, അങ്കിള് കുറ്റപ്പെടുത്തി മൺസൂൺ ഇപ്പം ഇല്ല, എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി പോവുകയാണ് എന്ന് പറഞ്ഞു. ഓഫ് മേക്കിംഗ് a production with grey skies, rumbling thunder and stillness in the air, and then not showing up. അപ്പോൾ ചാരനിറത്തിലുള്ള ആകാശത്ത്, റംബ്ലിംഗ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള റെസൊണൻറ്റ് സൗണ്ടാണ്, അതായത് മുഴക്കം, വളരെ വലിയ ഇടിമുഴക്കമുണ്ട്. അതുപോലെ ഇതൊക്കെ ആകാശത്തുണ്ട്. ഓഫ് മേക്കിംഗ് എ പ്രൊഡക്ഷൻ വിത്ത് ഗ്രേ സ്കൈസ്, റംബ്ലിംഗ് തണ്ടർ ആൻഡ് സ്റ്റിൽനെസ് ഇൻ ദി എയർ, ആൻഡ് ദെൻ നോട്ട് ഷോവിങ് അപ്പ്. ഈവനിങ് ടേൺസ് ടു നൈറ്റ്, a lone fiery waves patterns of light. I watch the night, waiting for some sign of an impending downpour. Eventually I go to the bed. അപ്പം ആകാശത്ത് മഴ പെയ്യാനുള്ള ലക്ഷണങ്ങളൊക്കെ കാണുന്നു. അപ്പം അവർ മഴയെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇംപെൻഡിങ് എന്ന് പറഞ്ഞാൽ എബൌട്ട് ടു ഹാപ്പൻ, അതായത് ഉടനെ സംഭവിക്കും, ഉടനെ ഒരു ഡൗൺപോർ എന്ന് പറഞ്ഞാൽ മഴത്തുള്ളികൾ ഉടനെ വരും എന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. പതുക്കെ അവർ ബെഡിലേക്ക് പോയി, രാത്രിയായി, അപ്പോൾ പതുക്കെ ബെഡിലേക്ക് പോയി. I wake to drumming on my tile roof. It's 2 a.m. and the monsoon has finally come calling on me. 2 മണിയൊക്കെ ആയപ്പോഴേക്കും, വെളുപ്പിന് 2 മണിയായപ്പോൾ
ഡ്രം അടിക്കുന്നത് പോലെ എൻ്റെ റൂഫിൽ, എൻ്റെ വീടിൻ്റെ മേൽക്കൂരയിൽ മഴത്തുള്ളികൾ വന്നു പതിച്ചു. അവസാനം മൺസൂൺ എന്നെ വന്നു വിളിച്ചു. ദ പ്രോഡിഗൽ സൺ ഹാസ് ഫൗണ്ട് ഹിസ് വേ ഹോം. പ്രോഡിഗൽ എന്ന് പറയുന്നത് ബൈബിളിലെ ഒരു കഥയാണ്. മുടിയനായ പുത്രൻ, അതായത് വീട് ഉപേക്ഷിച്ചു പോയ ഒരു പുത്രൻ വളരെ വർഷങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞതുപോലെ എവിടേക്ക് വരാതെ കുറേ നാൾ ഒളിച്ചു മാറി നിന്ന മൺസൂൺ അവസാനം വീട്ടിലേക്ക് വന്നു. ഐ പുൾഡ് ദ ഷീറ്റ് ടു മൈ ചിൻ. എൻ്റെ കവിളിലേക്ക് ഞാൻ ആ ബെഡ്ഷീറ്റ് വലിച്ചിട്ടു. ആൻഡ് സ്നഗിൾഡ് ഡീപ്പർ ഇൻ ടു ബെഡ്. സ്നഗിൾഡ് എന്ന് പറഞ്ഞാൽ മൂവിങ് ടു വാം ഓർ കംഫർട്ടബിൾ പൊസിഷൻ എന്നാണ്. നമുക്ക് കൂടുതൽ ഈ ഊഷ്മളമായ ഒരു സ്ഥലത്തേക്ക്, അതായത് കമ്പിളിയുടെ ഉള്ളിലേക്ക് അവർ കയറി എന്നുള്ള അർത്ഥമാണ് സ്നഗിൾഡ്. ഡീപ്പർ ഇൻ ടു ബെഡ്. ഫോർ ദാറ്റ് ടു ഈസ് വൺ ഓഫ് മെനി പ്ലഷേഴ്സ് ഓഫ് ദി മൺസൂൺ. അപ്പം മഴക്കാലത്തിൻ്റെ സന്തോഷങ്ങളിൽ ഒന്നാണ് അത്, അതായത് പുതച്ചു മൂടി കിടക്കാൻ നല്ല സുഖമാണ്. വെൻ ഐ വേക്ക് അപ്പ് അറ്റ് ഡേ ബ്രേക്ക് ദ മ്യൂസിക് ഓഫ് ദി റെയിൻ ഈസ് സ്റ്റിൽ പ്ലേയിങ്. ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴും മഴയുടെ സംഗീതം കേട്ടുകൊണ്ടേയിരിക്കുന്നു. പ്ലെയിൻ ആൻഡ് ഗമക ലെഡൻ നോട്ട്സ്. അപ്പോൾ അവർ ആ സംഗീതത്തെ പറ്റി പറയാണ്. സംഗീതം ഇങ്ങനെ പൊഴിച്ചുകൊണ്ടേയിരിക്കുന്നു. ഹൈ ആൻഡ് ലോ ഡെസിബിൾസ്. ദ സ്റ്റേറ്റ്ലി പാസ് ഓഫ് ദി വിലംബ കാലം, ദ സെൻറ്റർ ഓഫ് ദി മധ്യമ കാലം, ദ ക്വിക്ക് ട്രോട്ട് ഓഫ് ദി ദ്രുതകാലം. ദ റെയിൻ ബിക്കോൺസ് മീ ഇൻ ടു ഇറ്റ്സ് ആംസ്. ബിക്കോൺസ് എന്ന് പറഞ്ഞാൽ മാടി വിളിക്കുക. അപ്പം മഴയുടെ ശബ്ദത്തെ, മഴത്തുള്ളികൾ വീഴുന്ന ശബ്ദത്തെ അവർ സംഗീതവുമായിട്ട് ഉപമിച്ചിരിക്കുന്നു. അതാണ് വിലംബകാലം, അതുപോലെ മധ്യമകാലം ഒക്കെ പറയുന്നത് സംഗീതവുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. എങ്ങനെയായാലും മഴ ഓതറിനെ മാടി വിളിക്കുന്നു. ദ റെയിൻ ഫോൾസ്. മഴ പെയ്യുന്നു. ഐ മേക്ക് എ കപ്പ് ഓഫ് ടീ ആൻഡ് സിറ്റ് ഓൺ ദി സ്വിംഗ് സീറ്റ് ഓൺ ദി വരാന്ത. വരാന്തയിലെ ഊഞ്ഞാൽ കസേരയിൽ ഞാനിരുന്നു. അത് ആ പിക്ചറിൽ പേജ് നമ്പർ 89 കാണിക്കുന്നുണ്ട്. ഐ വാച്ച് ദ റെയിൻ ആസ് ഇഫ് ഇറ്റ് വെയർ ആൻ എക്സോട്ടിക് മൈഗ്രേറ്ററി ബേർഡ്. എക്സോട്ടിക് മൈഗ്രേറ്ററി എന്ന് പറഞ്ഞാൽ വിചിത്രമായ അല്ലെങ്കിൽ വിദേശീയമായ, അതായത് മറ്റൊരു സ്ഥലത്തു നിന്ന് ഇവിടെ എത്തിയതുപോലെ വളരെ ആകാംക്ഷയോടെ മഴയെ കാണാൻ എത്തിയതാണ് നമ്മുടെ ഓതർ. അതിനെപ്പറ്റിയാണ് പറയുന്നത്. ഐ വാച്ച് ദ റെയിൻ ആസ് ഇഫ് ഇറ്റ് വെയർ ആൻ എക്സോട്ടിക് മൈഗ്രേറ്ററി ബേർഡ്. അപ്പോൾ എവിടെ നിന്നോ വന്ന വിദേശീയമായ ഒരാളെ, വളരെ വിചിത്രമായ ഒരാളെ കാണുന്നത് പോലെ കണ്ടുകൊണ്ടിരിക്കുന്നു. അഫ്രൈഡ് ടു ഈവൻ സായ് ഇൻ പ്ലഷർ. സന്തോഷത്തിൽ നെടുവീർപ്പിടാൻ പോലും എനിക്ക് ഭയമാണ്. ഫോർ ഐ മൈറ്റ് ഫ്രൈറ്റൻ ഇറ്റ് എവേ. അപ്പോൾ എൻ്റെ ഈ പരദേശിയായ ബേഡിനെ, പക്ഷിയെ എൻ്റെ സന്തോഷത്തിൻ്റെ നെടുവീർപ്പിടുമ്പോൾ, അല്ലെങ്കിൽ ആ പക്ഷിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ, തിരിച്ചു പോയെങ്കിലോ എന്ന് വിചാരിച്ച് അവർ വളരെ നിശബ്ദമായിരുന്ന മഴ കാണുന്നു. വാട്ട് ടെയിൽസ് ഡു ഈച്ച് റെയിൻ ഡ്രോപ്പ് ഹോൾഡ്. ഓരോ മഴത്തുള്ളിക്കും എന്ത് കഥകളാണ് പറയാനുണ്ടാവുക. വാട്ട് ലെസൺസ് വിൽ ഇറ്റ് ടീച്ച്. എന്ത് പാഠങ്ങളാണ് ഇത് നമുക്ക് പഠിപ്പിച്ചു തരിക. വാട്ട് ഗിഫ്റ്റ്സ് വിൽ ഇറ്റ് ഓഫർ. എന്ത് സമ്മാനങ്ങളാണ് മഴ നമുക്ക് ഓഫർ ചെയ്യുന്നത്. ദ മാജിക് ഓഫ് മൺസൂൺ റെസൊനേറ്റ്സ് ഇൻ മീ ആസ് എ സെൻസ് ഓഫ് വെൽബീയിങ്. അപ്പം മൺസൂണിൻ്റെ ആ ഒരു റെസൊണൻസ്, ആ ഒരു മുഴക്കം എന്നിൽ വളരെ സുഖകരമായൊരു സന്തോഷം തരുന്നു. ഫോർ നൗ ദ വേൾഡ് ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് ലോകം എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. അപ്പോൾ വിദേശത്ത് നിന്ന് വന്ന ഒരാളെ കാണുന്ന, ഒരു പരദേശിയായ വീടിനെ കാണുന്നത് പോലെ ഇവിടെ അനിത നായർ മഴയെ ആസ്വദിച്ചിരിക്കുന്നു. സന്തോഷം കൊണ്ട് അവർക്ക് നെടുവീർപ്പിടാൻ പോലും തോന്നില്ല. അതായത് അത് മഴയെ അസ്വസ്ഥമാക്കിയാലോ എന്നവർ ചിന്തിക്കുന്നു. അതുപോലെ ഓരോ മഴത്തുള്ളിക്കും എന്തൊക്കെ കഥകളാണ് പറഞ്ഞു തരാനുള്ളതെന്ന് ആലോചിക്കുന്നു. അങ്ങനെ വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയിൽ നമ്മുടെ ഓതർ ഇരിക്കുന്നു.